നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ വളരെയധികം ജനപ്രീതിയും പ്രചാരവും നേടിയിരുന്നു. പ്രത്യേകിച്ച് പൂക്കി CM എന്നുള്ള നാമം നൽകി അദ്ദേഹത്തെ ജെൻസി ആദരിച്ചു. ആ സംഭവം പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. തത്വമയി ന്യൂസും അതിനെ സംബന്ധിച്ച് ചെറിയ വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ജെൻസി അദ്ദേഹത്തിനെ ആ നാമം നൽകി ആദരിക്കുവാനുള്ള പ്രധാന കാരണം അവരുടെ വാഹനങ്ങൾക്ക് സാധിക്കാവുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾ ചെയ്യുവാനുള്ള അനുവാദം നൽകും എന്ന് അദ്ദേഹം വാഗ്ദാനം നൽകിയതിനെ തുടർന്നായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായത് നാം എല്ലാം കണ്ടതാണ്. പൂക്കി CMൻ്റെ വാക്ക് വിശ്വസിച്ച് അവരുടെ വണ്ടികളിൽ മോഡിഫിക്കേഷൻ നടത്തി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ നിന്ന് ഭീമമായ തുക പിഴയായി ചോദിച്ചു വാങ്ങിയ ജെൻസി ഇപ്പോൾ പൂക്കി CMനെ പൂക്കിയുടെ ആദ്യ അക്ഷരം മാറ്റി ഊഞ്ഞാലിൻ്റെ ആദ്യ അക്ഷരം അവിടെ ചേർത്താണ് വിളിക്കുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്, കൃത്യമായി ഉറപ്പില്ല. കാരണം അതിൻ്റെ വീഡിയോ തെളിവുകളൊന്നും ചോദിക്കരുത്. പക്ഷേ എന്തായാലും ആദ്യാക്ഷരം മാറ്റി എന്നുള്ളത് ജെൻസി പറയുന്ന കാര്യമാണ്. ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി ഈ ഒരു മലക്കം മറിച്ചിലോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് അല്ലെങ്കിൽ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പെരുമാറുന്ന രീതി, ഒരു ഇരട്ടത്താപ്പ് സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹം നിരന്തരമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും സഖ്യകക്ഷികളോടൊന്നും ആലോചിക്കാതെ അദ്ദേഹത്തിന് എന്തോ സ്വാർത്ഥ താല്പര്യം അതിലുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിൽ തിടുക്കപ്പെട്ടൊരു തീരുമാനം എടുക്കുക. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ള തരത്തിൽ താളം തല്ലുക, അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അത്രയൊക്കെ ശരി. കാരണം ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അത് നടപ്പാക്കാത്തിടത്തോളം കാലം ജനങ്ങളെ അത് നേരിട്ട് ബാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ടേൺ അല്ലെങ്കിൽ മലക്കം മറിച്ചിൽ മാത്രമേ ഉള്ളൂ അവിടെ പ്രശ്നം, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം. പക്ഷേ അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ചില ഗുരുതരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. അത് നേരിട്ട് ജനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളാണെന്ന് വെളിപ്പെട്ട് വരികയാണ്. സംഭവം ഇക്കഴിഞ്ഞ ദിവസം കുട്ടനാട് MLA റെജി ചെറിയാൻ, അദ്ദേഹം ഒരു വ്യവസായിയാണ്. ദേശവിദേശങ്ങളിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി സമ്പന്നനായൊരു വ്യക്തിയാണ്, കോടീശ്വരനാണ്, കുട്ടനാടിൻ്റെ MLAയുമാണ്. അദ്ദേഹം കുട്ടനാടിൻ്റെ ഒരു പ്രാദേശിക ആവശ്യം സഭയിൽ ഉന്നയിച്ചിരുന്നു. ചെമ്പക്കുളം മൂലം വള്ളംകളി ദൈവാധിഷ്ഠിതമായി നടക്കുന്ന ഒരു ചടങ്ങാണ്, വള്ളംകളിയാണ്. ആ വള്ളംകളി കുട്ടനാടിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിന് വേണ്ടി കുട്ടനാട്ടിൽ പ്രാദേശിക അവധി പ്രഖ്യാപിക്കണം എന്നൊരു അഭ്യർത്ഥന അദ്ദേഹം സഭയിൽ മുഖ്യമന്ത്രിയോട് വെച്ചു. ആ അഭ്യർത്ഥനയ്ക്ക് മറുപടി പറയുവാൻ എഴുന്നേറ്റ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ പറഞ്ഞത് സർക്കാർ അത് പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നാണ്. ആ മറുപടി നൽകിക്കഴിഞ്ഞ് ഇരുന്ന വി ഡി സതീശൻ തൊട്ടടുത്തിരുന്ന ആരോടോ ഒരു കാരണവശാലും കൊടുക്കൂല എന്ന് വ്യക്തമായി പറയുന്നത് സഭാ TV-യിൽ തന്നെ ഇപ്പോൾ വെളിവായി വന്നിട്ടുണ്ട്. അന്നേ ദിവസം ഈ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്കുണ്ടായി എന്നുള്ളത് വിശ്വസിക്കാത്ത അദ്ദേഹം മാധ്യമങ്ങളിൽ ഈ വീഡിയോ തുടരെ കണ്ടതിന് ശേഷം സഭാ TV-യിൽ അത് പരിശോധിച്ച് സ്വയം ബോധ്യപ്പെടുകയും അതിനുശേഷം മുഖ്യമന്ത്രിയോട് നേരിട്ട് ഇതിൻ്റെ വിശദീകരണം താൻ ആവശ്യപ്പെടും. ഒരു MLA, നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അത് തൻ്റെ അവകാശമാണ് എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ സ്വകാര്യമായ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയല്ല ഞാൻ സഭയിൽ നടത്തിയത്. ആ കുട്ടനാട്ട് പ്രദേശവാസികളുടെ അവിടെ ജാതിമത ഭേദമില്ലാതെ ആഘോഷമാക്കുന്ന, എന്നാൽ ഹിന്ദുമതവുമായി വളരെയധികം ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വള്ളംകളി, ചെമ്പക്കുളം മൂലം വള്ളംകളി. കാരണം നാളും തീയതിയും എല്ലാം ദേവൻ്റെ ഇഷ്ടപ്രകാരം തീരുമാനിച്ച് നടത്തപ്പെടുന്നതാണ്, അല്ലെങ്കിൽ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു വള്ളംകളിയാണ് ചെമ്പക്കുളം മൂലം വള്ളംകളി. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രാദേശിക അവധി ചോദിച്ചത്. ഒന്നെങ്കിൽ തരാം, അല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് കൃത്യമായി പറയാവുന്ന ഒരു ചോദ്യമാണ് താൻ ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയാണ് താൻ മുന്നോട്ട് വെച്ചത്. അതിന് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം അനാവശ്യമായിപ്പോയി അല്ലെങ്കിൽ മോശമായിപ്പോയെന്ന് അദ്ദേഹം വളരെ നാഗരികമായ ഭാഷയിലാണ് മാധ്യമങ്ങളോടും പ്രതികരിച്ചത്. ആ പ്രതികരണ സമയത്തെ അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം, വല്ലാത്ത മനോവേദനയിൽ ആ മനുഷ്യൻ പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം കൂടി ഭാഗമായ UDFൻ്റെ നേതാവെന്ന് തന്നെ, സഭാ നേതാവെന്ന് തന്നെ പറയാവുന്ന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമ്പോൾ
കുട്ടനാട് പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ എതിരാളികളോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹയാത്രികരോടും അദ്ദേഹത്തിൻ്റെ അനുഭാവികളോടും ഒരുപക്ഷെ അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അതിൻ്റെ എല്ലാ മനോവൈഷമ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ജെൻസി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൂക്കിയുടെ ആദ്യാക്ഷരം മാറ്റി ഊഞ്ഞാലിൻ്റെ ആദ്യാക്ഷരം അവിടെ ചേർത്ത് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തു തുടങ്ങിയെന്ന്. അത്തരത്തിലുള്ള അഭിസംബോധനകൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളം മുഴുവൻ സതീശനെ പ്രതി ചെയ്യുമോ എന്നുള്ളതാണ് വിമർശകർ ചോദിക്കുന്ന ചോദ്യം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത്തരത്തിലുള്ള അഭിസംബോധനകൾക്ക് അദ്ദേഹം അർഹനാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും വാക്കുകളും. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമൊന്നുമില്ലാത്ത രീതിയിലാണെങ്കിലും രണ്ടും പ്രശ്നമാണെന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വാക്ക് മുഴുവൻ പ്രശ്നം, വാക്ക് മുഴുവൻ പിഴയ്ക്കുന്നു, പ്രവൃത്തികൾ മുഴുവൻ പിഴയ്ക്കുന്നു എന്ന് മാത്രമല്ല സംശയങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞല്ലോ, മദ്യനയത്തെ സംബന്ധിച്ച് അദ്ദേഹം തിടുക്കപ്പെട്ട് 3 ദിവസങ്ങൾ കൊണ്ടാണ് ആ തീരുമാനമെടുത്തത്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി പകുതിക്ക് താഴെയോ ആയി വെട്ടിക്കുറയ്ക്കുവാനായി എടുത്ത തീരുമാനം 3 ദിവസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം എടുത്തത് എന്നാണ് പറയപ്പെടുന്നത്, പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിൽ ഏതാണ്ടൊക്കെ കുറേ വാസ്തവമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള VM സുധീരനെ പോലെയുള്ളവരും ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ. രൂക്ഷമായ എതിർപ്പ് അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ അത് ഒരു രാഷ്ട്രീയ വൈരം വെച്ചോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വടംവലിയുണ്ടല്ലോ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയോ, ആ ഗണത്തിൽപ്പെടുത്തി നമുക്ക് എഴുതിത്തള്ളാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അഭ്യർത്ഥനയ്ക്ക്, റജി പോലുള്ളൊരു MLAക്കും അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ല പ്രാദേശികമായിട്ടുള്ള ഒരു അവധി ആവശ്യപ്പെട്ടത് ചെമ്പക്കുളം മൂലം വള്ളംകളിയെ പ്രതി. അത്തരത്തിലൊരു ആവശ്യത്തിനോട് അതിനെ നിരാകരിക്കുവാനുള്ള അവകാശം തീർച്ചയായും മുഖ്യമന്ത്രിക്കുണ്ട്. അതിൻ്റെ കാരണം പോലും അദ്ദേഹം ബോധ്യപ്പെടുത്തണമെന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാദേശിക അവധികളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അത് പുതുക്കി നിശ്ചയിക്കുവാൻ സാധ്യമല്ല. അടുത്ത തവണ നമുക്ക് പരിഗണിക്കാമെന്നുള്ളൊരു ഒഴുക്കൻ മട്ടിലുള്ളൊരു മറുപടി ആയിരുന്നെങ്കിൽ പോലും റജി പോലുള്ളൊരു MLA തൃപ്തനായനെ അല്ലെങ്കിൽ തൃപ്തനാകേണ്ടി വന്നേനെ. അതിനപ്പുറത്തേക്കൊരു ചോദ്യത്തിനോ സംവാദത്തിനോ അവിടെ ഒരു ഇടപോലുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം അത് പരിഗണിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇരുന്ന് മൈക്ക് ഓണാണെന്ന ബോധം പോലുമില്ലാതെ, അത്ര ബോധമില്ലാത്തയാളാണോ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം ഇതിൻ്റെ മറ്റൊരു വശമായി വരുന്നുണ്ട്. മൈക്ക് ഓണാണെന്നുള്ള ബോധ്യം പോലുമില്ലാതെ തൊട്ടടുത്തിരുന്ന ആരോടോ ഒരു കാരണവശാലും കൊടുക്കൂല എന്ന് വളരെ ഗ്രാമ്യമായ ഭാഷയിൽ, അതായത് സഭയിൽ മറുപടി പറഞ്ഞത് വളരെ അച്ചടി ഭാഷയിലാണെങ്കിൽ ഇരുന്നപ്പോൾ വളരെ ഗ്രാമ്യമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം മൈക്ക് ഓണാണെന്ന് അറിയാതെ നടത്തിയത്. അത് വളരെ മോശമായൊരു മനോഭാവമാണ്. വാക്കുകൾ മോശമാണെന്നും അല്ല, വാക്കുകൾ പോട്ടെ, അദ്ദേഹം സ്വകാര്യമായി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തോ ആയിക്കോട്ടെ, മൈക്ക് ഓണായിരുന്നത് കൊണ്ട് അതിപ്പോൾ പരസ്യമായെന്ന് മാത്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് അതിലൂടെ പുറത്തു വരുന്നത്. ആ മനോഭാവത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ പൂക്കിയുടെ അക്ഷരം മാറ്റിയ CM അദ്ദേഹം ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയൻ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുവാൻ ഗൂഢാലോചന നേരിട്ട് നടത്തി എന്നുള്ള വാർത്ത ഇപ്പോൾ മനീതി സംഘത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ അതാരിലും ഒരു ഞെട്ടലോ നിരാശയോ ഉണ്ടാക്കുന്നില്ല. മനോവിഷമം ഉണ്ടാക്കിയിരുന്നു. പിണറായി വിജയനെ പോലൊരു ഭരണാധികാരി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഇത്തരം പ്രവൃത്തികൾ ചെയ്തപ്പോൾ ഹിന്ദുക്കളെ അപമാനിക്കുന്നു, നമ്മുടെ ആചാരങ്ങൾ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ കാര്യകർത്തൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മനോവിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞെട്ടൽ ആർക്കും ഉണ്ടായിരുന്നില്ല. സതീശൻ്റെ കാര്യത്തിൽ ഹിന്ദു വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് ഞെട്ടലുണ്ടായി കാണുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം സതീശൻ പുറമേ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പുറമേ പ്രതിഫലിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ തീർച്ചയായും ഒരു നല്ല ദൈവവിശ്വാസിയുടെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിപ്പുറപ്പിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത പ്രവൃത്തികളിലൊന്ന് ഗുരുവായൂരിൽ പോയി വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തുക എന്നുള്ളതായിരുന്നു, ആ നേർച്ച നടത്തുക എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ളൊരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ കുട്ടനാടൻ പ്രാദേശികവാസികൾക്ക് ഒപ്പം കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് മനോവിഷമം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. റജി പോലുള്ളൊരു MLAക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുന്നുണ്ടാകണം. കാരണം അദ്ദേഹം UDFൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി മുഖ്യമന്ത്രി ഒരു പരിധിക്കപ്പുറം തള്ളിപ്പറയുവാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. തന്നെയുമല്ല, മുഖ്യമന്ത്രിയോട് അദ്ദേഹം ഇതിൻ്റെ മറുപടി ചോദിക്കും, മറുപടി കിട്ടിയേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്തെങ്കിലും നടപടി കൈക്കൊണ്ടോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മറുപടി അദ്ദേഹത്തിന് ലഭിച്ചോ ഇതൊന്നും വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊന്നും അദ്ദേഹം മുതിരണമെന്നില്ല. ഒരു പാർട്ടിക്കാർ തന്നെ, അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികൾ തന്നെ അദ്ദേഹത്തെ
പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി അതിൽ നിന്ന് പിന്മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. എന്നിരുന്നാൽ പോലും കുട്ടനാട് ചെന്നിറങ്ങുമ്പോൾ ആളുകൾ ഇത് ചോദിക്കുവാനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹത്തിൻ്റെ സഹയാത്രികർ അദ്ദേഹത്തോട് ആ ചോദ്യം മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ചോദിച്ചില്ലെങ്കിൽ പോലും എതിരാളികൾ തീർച്ചയായും ആ ചോദ്യം ഉയർത്തും. ആരും ഉയർത്തിയില്ലെങ്കിലും BJP ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. കാരണം അദ്ദേഹം ഇതിൽ രാഷ്ട്രീയവുമുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞു. അതിനുള്ളൊരു വടി രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു. തന്നെയുമല്ല BJP അത് രാഷ്ട്രീയമായി മാത്രമല്ല, ഒരു സാമൂഹിക വിഷയമായി തന്നെ ഇത് കാണണം. ഇത്തരത്തിൽ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു അവധി, അങ്ങനെ ഒരു ആവശ്യം ഒരു നിയമസഭാ സാമാജികന് ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുപടി കൃത്യമായി ഔപചാരികമായി നൽകാതെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് പരസ്യമാക്കപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിലൊരു പ്രതികരണം അനാവശ്യമാണെന്ന് മാത്രമല്ല ആഭാസത്തിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നൊരു പ്രതികരണവുമായി പോയി എന്നേ പറയുവാൻ സാധിക്കുകയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സാമൂഹ്യ പ്രശ്നമായി തന്നെ ഉയർത്തിക്കാട്ടി ഇതിനെ ചോദ്യം ചെയ്യണം. തുടരെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. മുഖ്യമന്ത്രിയിൽ നിന്ന് റജി പോലുള്ളൊരു MLA മാത്രമല്ല കേരളത്തിലെ ജനതയ്ക്ക് മുഴുവൻ ഈ ഒരു പ്രതികരണത്തിന് മറുപടി ലഭിച്ചേ മതിയാകുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പൂ മാറ്റി ആക്കിയതുപോലെ അതിലും കടന്ന പ്രയോഗത്തിലേക്ക് ഒരുപക്ഷെ കേരള ജനത മനസ്സിലെങ്കിലും അദ്ദേഹത്തെ സ്മരിച്ചെന്ന് വരും ദൈനംദിനമായിട്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പിലൂടെ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ, ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് മനോഭാവം സൂക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വെച്ച് വാഴിക്കുന്നത് കേരളത്തിന് തന്നെ അപകടകരമായൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പായിരുന്നു. അദ്ദേഹം ഭരണത്തിലേറി ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ വ്യക്തി കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിരുന്നു. ജനങ്ങളത് സഹിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. പിന്നീടുള്ള 9 വർഷങ്ങളും 11 മാസങ്ങളും തയ്യാറെടുത്ത് അത് അനുഭവിച്ച് കൂട്ടുകയായിരുന്നു. VD സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പഴത്തിനുള്ളിൽ സൂചി വയ്ക്കുന്നത് പോലുള്ളൊരു പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പുകൾ കേരള ജനതയോട് കാണിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അത്തരത്തിലുള്ള ആരോപണം തൻ്റെ ദിവസേനയുള്ള പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയേണ്ടി വരുന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ്. എന്നാലും അതാണ് വസ്തുത, അതാണ് സത്യം, അതാണ് വാസ്തവം. അപ്പോൾ അത്രയേ ഈ വിഷയത്തിൽ പ്രേക്ഷകരോട് ഇപ്പോൾ പങ്കുവയ്ക്കുവാനുള്ളൂ. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പാണോ, പൂക്കി CM തന്നെയായി അദ്ദേഹം തുടരുകയാണോ, അതോ അക്ഷരം മാറിയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെയുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ YouTube ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശുഭരാത്രി, വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.